നിങ്ങളിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവർ എത്ര പേരുണ്ട്? ഭക്ഷണം, വെള്ളം, വായു, വസ്ത്രം, പാർപ്പിടം അതുപോലെ നിർബന്ധമായും നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇല്ലെങ്കിലോ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ നമ്മുടെ കുടുംബത്തിന് താളം തെറ്റിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടും ക്ലെയിം റിജക്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനികൾ ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ വേണ്ട മക്കളെ വേണ്ട. എറണാകുളം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനിലുണ്ടായ അനുഭവമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പേടിച്ചു പോയോ? ജില്ലാ കൺസ്യൂമർ കമ്മീഷന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞതാ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. എന്താ ഈ കൺസ്യൂമർ കമ്മീഷൻ അല്ലേ? അതെ, കൺസ്യൂമർ കോർട്ട് തന്നെ. കേസ് നടക്കുന്നിടമെല്ലാം കോടതിയും അത് തീരുമാനിക്കുന്ന മജിസ്ട്രേറ്റുമാണല്ലോ നമുക്കല്ലേ. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. വെറുതെ ക്ലെയിം റിജക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ ഹാബിറ്റ് ഇനി നടക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസ്യൂമർ കോടതികളുടെ വിധികൾ നമ്മളോട് പറയുന്നത്. ഇത് ഒരു ട്രെൻഡായാൽ കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷന് മുൻഗണന ലഭിക്കുന്ന തീരുമാനങ്ങൾ ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിന് വിരുദ്ധമായി സംഭവിച്ചാൽ കോടതികളുടെ ഇടപെടലുകളും ഇത്തരം നല്ല വിധികളും നമുക്ക് ആശ്വാസമാകും. തീർച്ച ഇത്തരം വിധികളെ സുപ്രീം കോടതി ശരിവെക്കുന്നതോടെ നമുക്ക് ശരിക്കും ഒന്ന് ആശ്വസിക്കാം. ഞാൻ എന്തിനെ കുറിച്ചാണ് എത്ര അഹങ്കാരത്തോടെ പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഈ അടുത്തിടെ ഉണ്ടായ കൺസ്യൂമർ കോടതിയുടെ വിധികളെ കുറിച്ചാണ്. വഡോദര കൺസ്യൂമർ കമ്മീഷന്റെ വിധിയുടെ തൊട്ടുപുറകെ എറണാകുളം കൺസ്യൂമർ കമ്മീഷനിലും അത്തരമൊരു വിധിയുണ്ടായി. ജോണി മിൽട്ടൺ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെയും പേരിൽ യൂണിവേഴ്സൽ സാംബോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 1 ലക്ഷം രൂപയുടെ IOB ഹെൽത്ത് കെയർ പ്ലസ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയുണ്ടായി. 8 തീയതി മാർച്ച് 2021 അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇടത് കണ്ണിന് മയോപിക് കൊറോഡിയൽ നിയോവാസ്കുലർ മെമ്പറൈൻ ആണെന്ന് സ്ഥിരീകരിക്കുകയും തൊട്ടടുത്ത ദിവസം അതിനുള്ള ചികിത്സ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നടത്തുകയുമുണ്ടായി. മൈനർ സർജറിക്ക് രാവിലെ 8 മണിക്ക് അഡ്മിറ്റ് ആയ അമ്മയ്ക്ക് വൈകുന്നേരം ഡിസ്ചാർജ് ആവുമ്പോഴേക്ക് കൺസൾട്ടേഷൻ ഫീസ്, ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി, മെഡിസിൻസ്, മൈനർ സർജറി അടക്കം എല്ലാം കൂടി 27,720 രൂപ ബില്ലായി. 16 തീയതി കമ്പനിയിൽ ക്ലെയിം റീഎംബേഴ്സ്മെന്റിന് അയച്ചു. 29 അത് റിജക്ട് ചെയ്ത് കമ്പനി മറുപടിയും വന്നു. പ്രൊസീജിയർ തെറ്റായി ഉൾപ്പെടുത്തിയത് മാത്രമല്ല, ഡേ കെയർ പ്രൊസീജിയർ പോളിസിയുടെ കവറേജിൽ പെട്ടിട്ടുമില്ല. ഇതായിരുന്നു അവരുടെ റിജക്ഷൻ ഉണ്ടായ കാരണം. അടുത്ത മാസം 7 തീയതി ക്ലെയിം ഒരു പ്രോപ്പർ റീകൺസിഡറേഷന് വേണ്ടി അതോറിറ്റിക്ക് ഗ്രീവൻസ് മെയിൽ അയച്ചു. റിജക്ട് ചെയ്തിട്ട് സെയിം കാരണം പറഞ്ഞു. അതായത് ഈ നടന്ന മൈനർ സർജറി ഒരു ഡേ കെയർ സർജറിയായി അംഗീകരിച്ചിട്ടുമില്ല, 24 മണിക്കൂർ അഡ്മിഷൻ വേണ്ട കേസുമാണ്. ഒരു ഡേയിൽ തന്നെ രാവിലെ അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്തത് ഇൻഷുറൻസ് കമ്പനിക്ക് തീരെപ്പിടിച്ചില്ല. എന്നാൽ 2019 IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDAയുടെ 2019 സർക്കുലറിൽ ഈ സർജറി ഒഴിവാക്കാനാവില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോളിസിയുടെ ടേമിൽ എക്സ്ക്ലൂഡ് ചെയ്ത ട്രീറ്റ്മെന്റ് ലിസ്റ്റിലും ഈ സർജറി ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, സിമിലർ ആയിട്ടുള്ള ഒരു ഈ ട്രീറ്റ്മെന്റിൽ 24 മണിക്കൂർ അഡ്മിറ്റ് ചെയ്തു ഒറ്റ കാരണത്താൽ ക്ലെയിം അനുവദിച്ചു കൊടുത്ത ഒരു കേസും ജോണി മിൽട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതും കൂടി ചേർത്ത് ഈ 3 കാരണങ്ങൾ കാണിച്ച് കൺസ്യൂമർ കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2023 ഒക്ടോബർ 16 ഈ 3 വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് കൺസ്യൂമർ കമ്മീഷന്റെ വിധി വന്നു. ഇത്രയധികം അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള സ്ഥിതിക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഒരു ക്ലെയിം അനുവദിക്കാൻ നിർബന്ധം പറയാനാവില്ല എന്ന് എറണാകുളം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ വിധിച്ചു. മുഴുവൻ ചികിത്സാ ചെലവും കോമ്പൻസേഷനായി 20,000 രൂപയും കൂടാതെ കേസ് നടത്തിയതിന് ഒരു 10,000 രൂപയും അനുവദിച്ച് എറണാകുളം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പ്രശംസനാർഹമായ ആനുകാലിക പ്രസക്തവും സാമൂഹ്യ പ്രസക്തിയുമുള്ള ഈ വിധി പ്രസ്താവിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറായ ഡി ബിനുവിനും മെമ്പർമാരായ രാമചന്ദ്രൻ, ശ്രീവിദ്യ എന്നിവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. സമൂഹത്തിൽ പല നല്ല മാറ്റങ്ങളും ഇത്തരം വിധികൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ വിധി പ്രതീക്ഷ നൽകിയിരിക്കുന്ന ജോണി മിൽട്ടനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും മാത്രമല്ല, മെഡിക്ലെയിം ഇൻഷുറൻസ് കമ്പനിയുടെ കൺസ്യൂമേഴ്സ് ആയ നമ്മൾക്ക് എല്ലാവർക്കുമാണ്. ഇനി 24 മണിക്കൂർ അഡ്മിഷൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം റിജക്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, ജില്ലാ കൺസ്യൂമർ കമ്മീഷന്റെ വിധി ജില്ലകളിലെ കൺസ്യൂമർ കമ്മീഷന് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും അത് റെഫറൻസ് ആയി സ്വീകരിക്കാവുന്നതാണ്. എറണാകുളം കൺസ്യൂമർ കമ്മീഷൻ ഈ വിധി ഫോളോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള ആനുകാലിക പ്രസക്തിയുള്ള വിധികൾ വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇനിയും ഒട്ടനവധി സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കമന്റുകളായി ചോദിക്കുക, മറുപടി നൽകുന്നതാണ്. വീണ്ടും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളുമായി വീണ്ടും കാണാം.